അസ്സലാമു അലൈക്കും. എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഈ വർഷവും ബലിപെരുന്നാൾ സമാഗതമാവുകയും അതോടൊപ്പം അറഫാ നോമ്പിൻ്റെ കാര്യത്തിൽ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദുൽഹിജ്ജ 9 നോമ്പെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ എതിരഭിപ്രായമില്ല. എന്നാൽ ദുൽഹിജ്ജ 9 എന്നാണ് എന്ന കാര്യം തീരുമാനിക്കുന്നിടത്ത് വലിയ തർക്കം നിലനിൽക്കുന്നുമുണ്ട്. അത് ഇവിടെ തന്നെ മാറാട്ടോ അല്ലെങ്കിൽ പൊന്നാനിയോ കണ്ടെങ്കിലേ അത് മാസപ്പിറവിയായി അംഗീകരിക്കൂ എന്നാണ് മലയാളികൾ കാലങ്ങളായി വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമാവുകയും അതനുസരിച്ച് ദുൽഹിജ്ജ 1, 2, 3 ഇങ്ങനെ എണ്ണിക്കണക്കാക്കിയാണ് ഹജ്ജിൻ്റെ ദിനങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ വളരെ പ്രധാനമായ ഒരു കർമ്മമാണല്ലോ ഹജ്ജ്. അപ്പോൾ ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞതിൽ തർക്കമില്ല. ദുൽഹിജ്ജ 9 എന്നതിലാണ് തർക്കം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രവാചകൻ്റെ അരികിൽ ഒരു യാത്രാസംഘം വന്നു. ഞങ്ങൾ മാസം കണ്ട് പെരുന്നാൾ കഴിച്ചാണ് വരുന്നത് എന്ന് പറഞ്ഞു. ദൂരെ ദിക്കിൽ വന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ മാസം കണ്ടാൽ പെരുന്നാൾ ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞ പ്രവാചകൻ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മദീനയിൽ മാസം കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പെരുന്നാൾ കഴിക്കാൻ സാധിക്കുകയില്ല എന്നല്ല പറഞ്ഞത്. പ്രവാചകൻ നോമ്പ് മുറിക്കുകയും പെരുന്നാൾ നമസ്കാരം അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഇസ്ലാം മതം പൊതുവെ വ്യാഖ്യാനത്തിൻ്റെ മതമാണല്ലോ. എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പറഞ്ഞതിൽ നിന്ന് വ്യാഖ്യാനിച്ച് ഇമാമുകളും മുഫസ്സിറുകളും എല്ലാം വ്യാഖ്യാനിച്ചാണല്ലോ ഇതെല്ലാം ക്രമപ്പെടുത്തി വച്ചിട്ടുള്ളത്. അതനുസരിച്ച് പ്രവാചകൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടു എന്ന് വിശ്വാസയോഗ്യമായ ഒരറിവ് ലഭിച്ചാൽ അതനുസരിച്ച് മതകാര്യങ്ങൾ, പിറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്ന് അതിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ മാസം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ നോമ്പ് മുറിച്ചത്. അപ്പോൾ ഇവിടെ സൗദി അറേബ്യയിൽ പിറവി കണ്ടിട്ടുണ്ട് എന്ന് നമ്മളെല്ലാം 10 ദിവസം മുമ്പ് അറിഞ്ഞു. പിന്നെ നമ്മൾ ഈ ബലിപെരുന്നാളിൻ്റെ മാസം കാണാൻ ഒരാളുകളെയും കൂട്ടി കടപ്പുറത്തേക്ക് പോകേണ്ട ഒരാവശ്യവുമില്ല. അതനുസരിച്ച് കാര്യങ്ങൾ നീക്കിയാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ദുൽഹിജ്ജ 9 സൗദിയിലും ഇന്ത്യയിലും എല്ലാ രാജ്യത്തും ഒരേ ദിവസം, അഥവാ 24 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ഒരു ദിവസം ആയിത്തീരും. ഇത് പറയുമ്പോഴേക്ക് ആളുകൾ അങ്ങനെ വെച്ചാൽ പിന്നെ അമേരിക്കയിൽ മഗ്‌രിബ് നമസ്കരിക്കുമ്പോഴെങ്ങനെ ഇന്ത്യയിൽ മഗ്‌രിബ് നമസ്കരിക്കും എന്ന ബാലിശമായ ചോദ്യങ്ങളുമായാണ് മുമ്പും വന്നിരുന്നത്. ഇപ്പോഴും അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ പിറവി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരത്തിനനുസരിച്ച് ഓരോ പ്രദേശങ്ങളിലും പുലരുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഏത് രാജ്യത്താണോ പുലരുന്നത് അപ്പോൾ അവരവിടെ സുബഹി നമസ്കരിക്കും. മറ്റുള്ള രാജ്യത്ത് അവിടെ പുലരുമ്പോൾ അവരും സുബഹി നമസ്കരിക്കും എന്നല്ലാതെ ഇതിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് ഒരു ദിവസമാണെന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും തർക്കമാണ്. ഇവിടെ നമ്മളൊക്കെ സൗദി അറേബ്യയ്ക്ക് ലൈലത്തുൽ ഖദ്റുള്ള ദിവസം കേരളത്തിൽ ലൈലത്തുൽ ഖദ്റില്ല. കാരണം കേരളത്തിൽ മാസം കണ്ടിട്ടില്ല. അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിങ്ങനെ മാറ്റി മാറ്റി ഉദിപ്പിക്കുന്ന ഒരു സമ്പ്രദായമല്ല ഈ മാസപ്പിറവിയും സൂര്യനുമൊക്കെ. അത് അള്ളാഹു ഒരു ക്രമത്തിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ബാലിശമായ ചോദ്യങ്ങളാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് കേരളത്തിൽ ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുമ്പോൾ അമേരിക്കയിലെത്തുമ്പോൾ അവർക്കും രാത്രിയാവും, അവർക്കും ലൈലത്തുൽ ഖദ്ർ ലഭിക്കും, ഇന്ത്യക്കാർക്കും ലഭിക്കും. ഇതിലൊന്നും ഒരു അപാകതയുമില്ല. അള്ളാഹു ആണല്ലോ ഇതൊക്കെ ക്രമപ്പെടുത്തി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ വെറുതെ വാശി പിടിക്കേണ്ട ഒരാവശ്യവുമില്ല. ദുൽഹിജ്ജ 9 സൗദി അറേബ്യയിൽ കണക്കാക്കപ്പെടുകയും അതനുസരിച്ച് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്നാണോ അറഫ അന്ന് തന്നെയാണ് കേരളത്തിലും ലോകത്തൊക്കെയും അറഫ ഉണ്ടാവുക. സമയവ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദിവസം മാറ്റാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് അറഫ നോമ്പ് അന്നേ ദിവസം നോൽക്കുന്നില്ല. സൗദി അറേബ്യയിൽ അറഫ ഇവിടെ ദിവസം നമ്മൾ നോമ്പ് നോൽക്കില്ല. നമ്മൾ അവിടുത്തെ പെരുന്നാളിൻ്റെ ദിവസമാണ് സ്ഥിരമായി നോമ്പ് നോറ്റ് വരുന്നത്. ഇങ്ങനെയല്ല വേണ്ടത്. അറഫ ദിവസത്തിൽ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കുക എന്ന തീരുമാനത്തിലേക്ക് മുസ്ലിം സമുദായം എത്തുകയാണെങ്കിൽ ഈ വിഷയമായ ഒരു തർക്കവും ചർച്ചയും അവസാനിപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ഒരേ ദിവസം അറഫ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്.
ഈ ദുൽഹജ്ജ നോമ്പിനും വലിയ പ്രാധാന്യമുണ്ട്. അറഫാ നോമ്പിൻ്റെ പ്രാർത്ഥന 2 ദിവസം ലഭ്യമാവുകയില്ല, അതൊരു ദിവസമേ ലഭ്യമാവുകയുള്ളൂ. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദ്റും 2 ദിവസമായിട്ടല്ല അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നീങ്ങാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടോ കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് ലോകത്തൊക്കെയും വിവരങ്ങൾ അറിയാൻ കഴിയുന്ന ഈ കാലഘട്ടം വന്നിട്ടും നമ്മൾ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ ചെയ്ത് കാണിച്ചു തന്ന വിട്ടുവീഴ്ച പോലും ചെയ്യാൻ കൂട്ടാക്കാതെ വാശി പിടിച്ചുകൊണ്ട് തന്നെ മുന്നേറുകയാണ്. ഇക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ ആർക്കും സാധിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.